എന്തു വന്നാലും ദൈവം തരുന്നതാണ്. ദൈവത്തിൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെയും മനസ്സ്. അതാണ് ജാവറച്ചൻ ഇന്നത്തെ ഈ വചനത്തിൽ നമ്മളിപ്പം വായിച്ച വചനത്തിൻ്റെ തന്നെ ഭാഗം അത് തന്നെയാണ്. ദൈവത്തിൻ്റെ മനസ്സ് തന്നെയാണ് എൻ്റെയും മനസ്സ്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഏത് തരത്തിലുള്ള അസുഖം വന്നാലും തമ്പുരാൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും. സഹനം വരുന്നതിൻ്റെ പിന്നിൽ ഒരു കുന്നുണ്ടെങ്കിൽ കുഴിയുണ്ട്, കുഴിയുണ്ടെങ്കിൽ കുന്നുണ്ട് എന്ന് ഞാൻ പഠിച്ചു. എന്നെ പഠിപ്പിച്ചു ദൈവം. മനുഷ്യരക്ഷയ്ക്ക് സഹനത്തെക്കാൾ വലിയൊരു മാർഗം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ യേശുക്രിസ്തു അത് തിരഞ്ഞെടുക്കുമായിരുന്നു. സിസ്റ്റർ റോസ് മാത്യുവിൻ്റെ അനുഭവം എന്താണ്? പിന്നെ നിരവധി വർഷങ്ങൾ കോസ്റ്റൽ ഏരിയയിൽ തീരദേശ സമൂഹത്തോടൊപ്പം പ്രേക്ഷിത ജീവിതം നയിക്കാൻ അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ സിസ്റ്ററിന് എന്താണ് ഈ വിശ്വാസികളുടെ സഹന ജീവിതം? അവരെങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ, പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിലുള്ളവർ എല്ലാ ദിവസവും പ്രതിസന്ധികളെ തരണം ചെയ്യും, എല്ലാ ദിവസവും തിരമാലകൾക്ക് നടുവിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂടെ ജീവിച്ച സിസ്റ്ററിൻ്റെ അനുഭവം എന്താണ്? ഞാൻ സിസ്റ്റർ റോസ് മാത്യു, കണ്ണൂർ ഉർസലൈൻ കോൺവെൻറ്റിൽ നിന്ന് വരുന്നു. എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ തന്നെ വിശ്വാസ ജീവിതത്തെ ഊട്ടിയുറപ്പിക്കാൻ തക്കവിധം ഉള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചത്. നമ്മുടെയൊക്കെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യവും അനുഭവവും ഒക്കെയായിരുന്നു എനിക്ക്. തുടക്കത്തിൽ എനിക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു. കുറേയേറെ കാലത്തോളം ഞാൻ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഭക്ഷണമാണെങ്കിലും ആഹാരം, സാഹചര്യം, ഭാഷ ഇവയെല്ലാം എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് തോന്നിച്ചു. ഏത് സ്ഥലത്തായിരുന്നു വർക്ക് ചെയ്ത? സ്ഥലം ഏതായിരുന്നു? ഞാൻ വർക്ക് ചെയ്ത് വിഴിഞ്ഞം. അതെ, തിരുവനന്തപുരം. ഇപ്പോഴും ഇൻ്റർനാഷണൽ പോർട്ട് വരുന്ന ആ സെൻറ്റർ. അപ്പോൾ ഞാൻ കുറേ കാലമൊക്കെ ഇങ്ങനെ ദൈവത്തോട് തന്നെ മറുതലിച്ച് നടക്കുമായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ എന്തിനു കൊണ്ടേയിട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി ഇങ്ങനെ പെറുപെറുക്കുമായിരുന്നു. അതിനുശേഷം ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഇതെല്ലാം വെച്ച് ഞാൻ ഈശ്വര അടുത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഈശ്വര അടുത്തിരുന്ന് ഇങ്ങനെ എല്ലാം പറയുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ചിന്തയുണ്ടായി, ഞാനിങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളർന്നു വന്നിരുന്നതെങ്കിൽ ഞാൻ എങ്ങനെയാകുമായിരുന്നു. അപ്പോൾ അതൊത്തിരി എന്നെ ചിന്തിപ്പിച്ചു. പിന്നെ അതിൽ നിന്നാണ് ഞാൻ എൻ്റെ ചിന്താഗതി മാറ്റുന്നത്. എനിക്ക് മനസ്സിലായി പീപ്പിൾ ആർ ഓൺലി ഗുഡ് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തുടങ്ങി. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങി. അങ്ങനെ ആയപ്പോഴേ എനിക്ക് തോന്നി അവർ എന്നോട് കൂടുതൽ അടുക്കുന്നതായിട്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അവരുടെ ഭാഷയും എല്ലാം വ്യത്യാസമാണെങ്കിലും അവരുടെ വിശ്വാസ ജീവിതം വളരെ എഡിഫയിങ് ആയിട്ട് എനിക്ക് തോന്നി. ജീവിതത്തിൽ ഒരു ദിവസത്തിൽ എന്തൊക്കെ അവർ ചെയ്തു കൂട്ടുന്നോ, പാപമായതോ അല്ലാത്തതോ എല്ലാം അവർ ഈശോയോട് തുറന്ന് പറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിലൊരു വലിയ ഈശോയുടെ ഒരു വലിയ കുരിശുരൂപമുണ്ട്. എല്ലാ മനുഷ്യരും ഞാൻ കണ്ടു അവിടെ ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ പരിസരത്ത് നിൽക്കുന്ന ആരാണെന്നൊന്നും അവർക്കറിയണ്ട, അവർ ചിന്തിക്കുന്നില്ല. വളരെ ഓപ്പണായിട്ട് ഈശോയുടെ എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് പറയുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിരുന്നു. നമുക്കൊക്കെ വീട്ടിൽ നിന്ന് ഒത്തിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇങ്ങനെ ഓപ്പണായിട്ട് ഈശോയോട് അവരായിരിക്കുന്ന അവസ്ഥയിൽ തുറന്ന് പറയുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതൊക്കെ ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. അതുപോലെ തന്നെ കുട്ടികളിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ അവരുടെ വിശ്വാസപരമായ ജീവിതം എന്താണെന്ന് എങ്ങനെയാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവരിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 10-28 വർഷത്തോളം എനിക്ക് എൻ്റെ ഇടവകയിലെ കുടുംബങ്ങളെല്ലാം എൻ്റെ സ്വന്തം കുടുംബങ്ങൾ പോലെയും മാതാപിതാക്കൾ എൻ്റെ സ്വന്തം മാതാപിതാക്കളെ പോലെയും ഉള്ള അനുഭവമായിരുന്നു. അവർക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ യാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ, വീട്ടിൽ പോകുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പേരൻസ് സിസ്റ്ററെ ഇത് കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവരെനിക്ക് കാശൊക്കെ തന്നുവിടും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അത്രമാത്രം ഒരു ബന്ധം ജനങ്ങളിൽ എനിക്കും അവരുമായിട്ടുണ്ട്, എപ്പോഴുമുണ്ട്, ഇപ്പോഴുമുണ്ട്. കാരണം ഏത് സമയത്ത് ഏത് വീട്ടിൽ വേണേലും എനിക്ക് കയറി ചെല്ലാം. കാരണം അങ്ങനെയായിരുന്നു കുട്ടികളോടും മാതാപിതാക്കളോടും. ഇപ്പം കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യം പഠിപ്പിച്ചവരുടെ മക്കളെയാണ് അവസാനമൊക്കെ പഠിപ്പിക്കുക. അപ്പം ബന്ധങ്ങൾ കൂടുതലും ശക്തമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഏത് വിധത്തിലാണെങ്കിലും സഹനമുണ്ട്. പക്ഷേ സഹനത്തെ അഭിമുഖീകരിക്കാൻ നമുക്ക് മാത്രമായിട്ട് പറ്റില്ല. പക്ഷേ അതിന് ഈശോയോട് ചേർന്ന് നിൽക്കണം. അത് ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രയാസം ഉണ്ടായാലും ജനങ്ങൾ അവിടെ ഉള്ളവർ അവരുടെ വിശ്വാസം ആ കുരിശിൻ്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. സ്ലീവ എന്ന് വിളിച്ചാണ് അവരെല്ലാം തുറന്ന് പറയുന്നത്. അത്രയും ഒരു ആഴമായൊരു വിശ്വാസത്തിലേക്ക് ഞാനൊക്കെ എത്തിയോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ആ കഷ്ടപ്പാടുള്ള എല്ലാത്തരം രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വീടുകളില്ല, അങ്ങനെയൊക്കെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവർ അതെല്ലാം അഭിമുഖീകരിക്കുന്നത് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടാണ്. അപ്പം
എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തെ തന്നെ അവിടെ പിടിച്ചു നിർത്തിയത് സാധാരണ ജനങ്ങൾ എങ്ങനെ അവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈശോയെ എങ്ങനെ കാണുന്നു, അവരുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു, അതെനിക്ക് തന്നെ ഒരു വെളിപാടായിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്കൊന്ന് സഹനം എന്നത് ഒരു കൃപയാണ്. എന്നെ വളർത്തിയ ഒരു അനുഭവമാണ് ആ സാഹചര്യം എനിക്ക് തന്നത്. അപ്പോൾ ഒന്ന് സഹനത്തെ അഭിമുഖീകരിക്കാൻ എനിക്ക് എന്തോ വലിയ ഭാരമായിട്ട് തോന്നുന്നില്ല, സത്യം പറഞ്ഞാൽ. അതാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ ഒരു കാര്യം ഇവിടെ നമ്മുടെ അമ്മച്ചിമാരും സഹോദരിമാരും സിസ്റ്റേഴ്സും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിൻ്റെ വലിയൊരു വെളിച്ചം കൊടുക്കുന്നുണ്ട് പൊതുസമൂഹത്തിന്. ക്രൈസ്തവർ എങ്ങനെ സഹനത്തെ അതിജീവിക്കുവാനായിട്ട് ഇത്ര കൊതിയോടുകൂടി സഹനത്തെ എങ്ങനെ പുൽകുവാൻ അവർ മനസ്സ് കാണിക്കുന്നു. അത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സാൽഫിവിച്ചി ഡൊളോരിസ് എന്നൊരു ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. രക്ഷാകരമായ സഹനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ചാക്രിക ലേഖനം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 2-3 ഖണ്ഡികകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും മാർപ്പാപ്പ എന്തിനു നമ്മൾ സഹിക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരുമാതിരി സ്പിരിച്വലൈസ് ചെയ്ത് സഹനത്തെ കാണുന്ന ആളുകൾ എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പൊതുസമൂഹത്തിൽ പലരും അങ്ങനെയല്ല. ഇതെന്തുകൊണ്ട് എനിക്കിത് വന്നു, ഇപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രം എന്താണ് ഉപദ്രവം ഉണ്ടാക്കുകയും മോശമായി നടക്കുകയും ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ തമ്പുരാൻ പന പോലെ വളർത്തുന്നുണ്ടല്ലോ, പക്ഷെ നല്ലത് മാത്രം ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ കുടുംബത്തിന് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പരിതപിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. ഈ ചാക്രിക ലേഖനം നമ്മളുടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരികയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുരിശിനോട് ചേർത്ത് വെച്ച് അവർ സ്ലീവ എന്ന് വിളിച്ച് കാര്യക്കൊണ്ടാണ് മുനമ്പൻകാർ എല്ലാം തുറന്നു പറയുന്നത്. കുരിശ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. മാർപ്പാപ്പ അവതരിപ്പിക്കുന്ന പ്രമേയം ഇതാണ്: എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം വേദനകളും കഷ്ടപ്പാടും തരുന്നുണ്ട്. അതേസമയം ഈശോ കുരിശിലെ സഹനത്തിലൂടെ നമുക്ക് രക്ഷ നേടി തരികയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈശോ എനിക്ക് രക്ഷ നേടി തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് എനിക്ക് ഈ വിഷമം എന്ന് ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചപ്പോഴാണ് ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. മാർപ്പാപ്പ അവതരിപ്പിക്കുന്നതും കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ്: ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി സഹിച്ച് രക്ഷ നേടി തന്നു എങ്കിൽ അതെൻ്റെ സ്വന്തമാകുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുകയും അത് ഈ കുരിശിനോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് അതെൻ്റെ സ്വന്തമാകുന്നത്. ഓരോരുത്തരുടെയും വേദനകൾ, രോഗമാകാം, മാനസിക വിഷമമാകാം, ജോലി കിട്ടാത്തതാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഉള്ള അസുഖങ്ങളാവാം, മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, മറ്റു രോഗികളായിട്ടുള്ള ആളുകളൊക്കെ കുടുംബത്തിലുള്ളതെല്ലാം നമുക്ക് നൊമ്പരങ്ങളാണ്. ഇതൊക്കെ നമുക്ക് നേരിട്ടും അല്ലാതെയും നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇതെല്ലാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈ സഹനം നമ്മൾ വിശുദ്ധീകരിക്കണം. അപ്പോൾ അത് രക്ഷാകരമായ സഹനമായി മാറുന്നു. അപ്പോൾ മാത്രമേ അത് രക്ഷാകരമാകുന്നുള്ളൂ. അതല്ലാത്തടത്തോളം കാലം മുഴുവൻ അത് പരിദേവനങ്ങളും പരാതികളും മാത്രമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നതിനുള്ളൊരു മാർഗമായി മാറുകയാണ്. ഈശോയുടെ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമാകുന്നത് ഈശോ കുരിശിൽ രക്ഷ നേടി തന്നതുകൊണ്ട് തന്നെയാണ്. അത് നമ്മളുടെ സ്വകാര്യമായ ദുഃഖാനുഭവങ്ങൾ, വ്യക്തിപരമായ വേദനകൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്കത് രക്ഷാകരമായി മാറുന്നതെന്നുള്ളിടത്താണ് രക്ഷാകരമാകുന്നത് സഹനം. ഞാൻ നമ്മുടെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് ഇന്ന് നമ്മോട് പങ്കുവെച്ച ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഏത് സമയത്താണ് നമുക്ക് ഒരു രോഗം ഉണ്ട് എന്ന് അതുവരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന, സുഖമായിട്ടിങ്ങനെ ഒരു ഭംഗമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നൊരു പുഴ പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നൊരു ജീവിതത്തിൽ ഏത് സമയത്താണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു വേദന ഉണ്ടാകുന്നു, ഇനി ജീവിതം തന്നെ വഴിമുട്ടുന്നു എന്ന് തോന്നുന്ന സമയത്ത് സന്യാസോചിതമായ പഠനങ്ങളും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് കുരിശിനോട് ചേർന്ന് നിൽക്കുവാൻ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രേരണ ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മൾ അതിജീവിക്കുക? സിസ്റ്റർ എന്തു പറയുന്നത് ആ രീതിയിലുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ? എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധി അമ്മ.
അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന്. അത് പറഞ്ഞ നാൾ മുതൽ അമ്മ സഹനം ഏറ്റെടുക്കുക ചെയ്തത്. എനിക്കും അതുപോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ രോഗങ്ങളായിട്ടും പിന്നെ ഓരോ ജോലിയുടെ ഭാഗങ്ങളായിട്ട് തന്നെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ എപ്പോഴും ഞാൻ അമ്മയാണ് കൂട്ടുപിടിച്ചിരുന്നത്. അമ്മേ, നീ എൻ്റെ അമ്മയാണ്, ഈ കാര്യത്തിൽ നീ എനിക്കെപ്പോഴും കൂട്ടായിരിക്കണം. അമ്മ എൻ്റെ സമീപത്തുണ്ടെങ്കിൽ എനിക്ക് എന്ത് നേരിടാൻ ശക്തിയുണ്ട് എന്നുള്ള ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ വ്യാകുലമാതാവിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. കാരണം സ്വന്തം മോൻ കുരിശിൽ കിടക്കുമ്പോഴും അമ്മ ചുവട്ടിൽ നിന്നുകൊണ്ട് അവരെ ആരെ ഓടിച്ചു വിടുകയല്ല ചെയ്യുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാനാണെങ്കിൽ ഈ അമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇവരെ എല്ലാം എങ്ങനെയെങ്കിലും തുരത്താനുള്ള മാർഗ്ഗമാണ് നോക്കുക എന്ന്. പക്ഷെ അമ്മയുടെ മനസ്ഥിതി അതല്ല. അമ്മ പിതാവിൻ്റെ ആ ഹിതത്തിന് പൂർണ്ണമായിട്ട് തന്നെ അങ്ങോട്ട് അടിയറ വെച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ എപ്പോഴും അമ്മ ഈ ദാസി മനോഭാവം ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചെയ്തത്. ആ ഒരു മനോഭാവം പലപ്പോഴും സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എങ്കിലും അമ്മയുടെ സഹായത്തോടു കൂടി പിതാവിൻ്റെ ഹിതത്തിലേക്ക് കടന്നു വരാൻ മിക്കവാറും രംഗങ്ങളിൽ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഏതൊക്കെ ഒത്തിരി ദൈവവചനങ്ങൾ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു ദൈവവചനങ്ങൾ ഇത്തരത്തിൽ രോഗത്തിൻ്റെ സമയത്ത്? ഞാൻ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വചനം. മരുന്നോ ലേപനൌഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത്. ആ വചനം ഞാൻ ഏറ്റുചൊല്ലിയിരുന്നു. മരുന്നോ ലേപനൌഷധമല്ല, എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങേ വചനം അയച്ച് എന്നെ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ അങ്ങനെ എൻ്റേതാക്കി ചൊല്ലി അത് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ പല വചനങ്ങളും ഞാൻ ഏറ്റു പറയാറുണ്ട്. ഇതൊരു പ്രത്യേക കാഴ്ചയാണ്. നമ്മുടെ വചനം സൗഖ്യദായകമാണ് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവമുണ്ട്. അതിൻ്റെ ഒരു നേർസാക്ഷ്യമായിട്ടാണ് അമ്മ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം വചനം കൊണ്ട് സുഖപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു തെളിവില്ല. സുഖപ്പെടാനായിട്ടുള്ള സാധ്യത ഇല്ലാതിരുന്ന ഒരു രോഗം പൂർണ്ണമായും സുഖപ്പെട്ട് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉന്മേഷത്തോടെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് നമ്മുടെ ഒരു ആത്മീയത നമ്മൾ രൂപീകരിക്കുമ്പോൾ, നമ്മളൊരു സ്പിരിച്വൽ പേഴ്സണാണ്, അതായത് നമ്മുടെ കുടുംബം ഒരു സ്പിരിച്വലാണ് എന്ന് നമ്മൾ പറയുമ്പം, അങ്ങനെ ചില കുടുംബങ്ങളുണ്ട്. ചില കുടുംബത്തിൽ ഒരാളായിരിക്കും സ്പിരിച്വൽ, ബാക്കി എല്ലാവരും വളരെ സെക്കുലർ ആയിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ചില കുടുംബങ്ങൾ തന്നെ സ്പിരിച്വലായി മാറുന്നത് ഈ ഒരാളുടെ സഹനത്തെ എല്ലാവരും കൂടി സ്വീകരിക്കുമ്പോഴാണ് കുടുംബം സ്പിരിച്വലായി മാറുന്നത്. അങ്ങനെയുള്ള കുടുംബത്തിൻ്റെ ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയത എന്ന് പറയുന്നത് ഇത്തരത്തിൽ പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിച്ചു എന്ന് പറയുന്ന ആ ഒരു മനസ്സേറ്റു വാങ്ങുമ്പോഴാണ്. ചാവറയച്ചൻ ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയത്തിൽ തന്നെ ചാവറയച്ചൻ പറഞ്ഞ ഒരു പോയിൻ്റ് ഇതാണ്: ദൈവ തിരുമനസ് തന്നെയാണ് എൻ്റെ മനസ്സ്, ദൈവ തിരുമനസ് തന്നെയാണ് എൻ്റെ മനസ്സ് എന്ന് രണ്ടു തവണ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്ക് അത് മാതാവ് പറഞ്ഞ അതേ വചനം തന്നെ വേറൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ്. അങ്ങയുടെ തിരിക്കുന്നവനിൽ നിറവേറട്ടെ എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു വീട്ടിലെ എല്ലാവരും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ, ഇപ്പം ഇവർ രണ്ട് സന്യാസ സമൂഹത്തിലെ പ്രതിനിധികളാണ്. ഒരാൾക്കൊരു രോഗം വരുമ്പോൾ അത് ദൈവ തിരുമനസ്സായിട്ട് ഏറ്റെടുക്കണമെങ്കിൽ, അയാൾക്കങ്ങനെ സാധിക്കണമെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് തന്നെ വിചാരിച്ച് നടക്കില്ല. അയാളുടെ പരിസരത്തുള്ള ആൾക്കാരും അതേ വികാരത്തോടെ, അതേ ബോധ്യത്തോടു കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് ഈ സഹോദരിയെ പറ്റിയുള്ള ദൈവ തിരുമനസ്സാണ് എന്ന് ആ സമൂഹം അംഗീകരിക്കുന്നത്. അതുപോലെയാണ് ഒരു വീട്ടിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം, അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ദൈവത്തിന് ഇയാളെ പറ്റി, ഈ വ്യക്തിയെ പറ്റിയുള്ള മനസ്സാണ്, നമ്മളത് അംഗീകരിക്കുമെന്ന് പറയുമ്പോഴേക്കും ആ കുടുംബം സ്പിരിച്വലായി ആത്മീയമാവുകയാണ്. ആത്മീയത നിറയുന്നൊരു കുടുംബമായി മാറണം. അല്ലെങ്കിൽ ഒരാളുടെ മാത്രമുള്ള ആത്മീയത കൊണ്ട് ഒരു കുടുംബത്തിനും മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ വരും. അത് കല്ലുകിടിയായിട്ട് കിടക്കും. സിസ്റ്റർ ബെറ്റിക്ക് എന്ത് പറയാൻ തോന്നുന്നു? ഒരു സമൂഹം എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള ഒരു രോഗത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെ, അല്ലെങ്കിൽ ഒരു സഹനത്തിൻ്റെ ആത്മീയതയെ എങ്ങനെയാണ് ഒരു സ്വന്തം വ്യക്തിപരമായ ഒരു അനുഭവത്തെ ഒരു സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? എനിക്കും രോഗം ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നേരത്തെ അറിയാമായിരുന്ന സങ്കീർത്തനങ്ങൾ, പ്രത്യേകിച്ച് 23-ാം സങ്കീർത്തനം, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ആ സങ്കീർത്തനം ഇങ്ങനെ പലപ്പോഴും
ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കൂടെ വരുന്ന, എൻ്റെ അടുത്തിരിക്കാനായിട്ട് വരുന്ന സിസ്റ്റേഴ്സും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എൻ്റെ അടുത്തിരുന്ന് വരുന്ന സിസ്റ്റേഴ്സ് ആണെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് തന്നെ വലിയൊരു ശക്തിയായിരുന്നു. അതുകൊണ്ട് അവരില്ലാത്ത സമയത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനായിട്ട് അദ്ദേഹം ഒരു വലിയൊരു ശക്തിയായിരുന്നു ആ സമയത്ത്. നമ്മുടെ ഒരു ബോധ്യം ഒരു സമൂഹത്തിൻ്റെ ബോധ്യം തന്നെയാണ് എന്ന് ഉറപ്പാകുമ്പോഴാണ് നമ്മുടെ ആ രോഗം സുഖമാകുന്നത്, അല്ലേ? നമ്മുടെ ഒരു കുടുംബത്തിൽ ഞാൻ ഏറ്റുവാങ്ങുന്ന നൊമ്പരം എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല, എല്ലാവർക്കും എൻ്റെ വേദന എല്ലാവരുടെയാണ് എന്ന് ഒരാളങ്ങോട്ട് എല്ലാവർക്കും അങ്ങോട്ട് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരാളുടെ രോഗമില്ലാതെയാകണം. സുഖപ്പെട്ടു, അസുഖമായിട്ട് തന്നെ നിൽപ്പുണ്ടാവാം, പക്ഷേ ആ രോഗത്തെ സ്വീകരിക്കുന്നതിനുള്ളതായിട്ടുള്ള ഒരു മാനസിക സംഘർഷം അങ്ങ് ഇല്ലാണ്ടാകുകയാണ്. അപ്പം ഈ പറയുന്ന പോലെ മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും അത് ദൈവഹിതമായിട്ട് ഏറ്റുവാങ്ങാനുള്ള ഒരു മനസ്സ് നമുക്ക് രൂപീകരിക്കാൻ പറ്റുകയാണ്. അതാണ് ചാവറച്ചൻ കൊണ്ടുവന്നൊരു ചിന്ത. അതാണ് ഒരു സ്നേഹത്തിൻ്റെ ഒരു പരിസരം രൂപീകരിക്കുന്നത്. സ്നേഹമുള്ളവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുകയാണ് എല്ലാ നൊമ്പരങ്ങളുടെയും പരിസരങ്ങളിൽ, അല്ലേ? എന്ത് തോന്നുന്നു? അങ്ങനെയല്ലേ അനുഭവം? അതെ, തീർച്ചയായിട്ടും. മറ്റുള്ളവർ നമുക്ക് തരുന്ന ആ സപ്പോർട്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിലുള്ള ശക്തി, അതാണ് ഓരോ നിമിഷവും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും മറ്റുള്ളവരിൽ ഞാൻ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും. ഈ സന്യാസ ജീവിതത്തെ പറ്റി നമ്മൾ മുമ്പേ ഒരു ചിന്ത തുടർന്നായിരുന്നു, അത് പറഞ്ഞു വെച്ചായിരുന്നു. അതായത് ഇപ്പോഴുള്ള പല കാരണവന്മാരും നമ്മുടെയൊക്കെ പല പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിലൊക്കെ വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ രോഗികളായിട്ട് കിടക്കുമ്പം അടുത്ത് വന്ന് ഇരിക്കാനായിട്ടുള്ള സമയമുള്ളത് അവരുടെ മക്കളിൽ ആരെയെങ്കിലും സന്യാസത്തിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഉള്ളൂ. കെട്ടിച്ചു വിട്ട മക്കൾക്കോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മക്കൾക്കൊന്നും അടുത്ത് വന്നിരിക്കാനോ നിൽക്കാനുള്ള സമയമില്ല. ചിലർ പറഞ്ഞിട്ടുണ്ട്, 10 മക്കളുള്ള ഒരു കാരണവർ മരിക്കാറായി കിടക്കുമ്പം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരാളൊരു ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാളെങ്കിലും എൻ്റെ 10 പേരിനെ ഞാൻ പഠിപ്പിച്ച് ടീച്ചേഴ്സാക്കി, ഒരാളെങ്കിലും ഒരു ബുദ്ധിമാന്യമുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ കൊതിക്കുകയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ. ജോലി ഇല്ലാതെ ആകായിരുന്നെങ്കിൽ അടുത്ത് വന്നിരുന്നേനല്ലോ എന്ന് പറയുന്ന പോലെ ഇന്ന് രോഗം വരുമ്പോൾ, അസുഖം വരുമ്പോൾ അത് ഒരാളുടെ നൊമ്പരമല്ല എന്ന് അറിയിക്കണമെങ്കിൽ മറ്റൊരാൾ അടുത്ത് വേണം, എൻ്റെയും കൂടെ ആണെന്ന് പറയാൻ. അത്തരത്തിലുള്ള ഒരു നല്ല കൂട്ടായ്മ സഹനങ്ങളുടെ വേളയിൽ ഏറ്റവും ആശ്വാസകരമായി പങ്കുവയ്ക്കപ്പെടുന്നൊരു കൂട്ടായ്മയാണ് സന്യാസ ജീവിതത്തിലല്ല സന്യാസ കൂട്ടായ്മ, വൈദിക കൂട്ടായ്മ എന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം ഇത് പല വീടുകളുടെയും കാരണവന്മാരുടെ നൊമ്പരങ്ങൾക്ക് മക്കൾ ആരെങ്കിലും പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് അവരുടെ ഇപ്പോൾ സിസ്റ്ററിൻ്റെ പിതാവിന് അസുഖം ഉണ്ടെങ്കിൽ തനിച്ച് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു സിസ്റ്ററിനെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ മക്കൾ പലരുണ്ടെങ്കിൽ കൂടെ നിന്ന് വേറൊരാളെ പറഞ്ഞു വിടാൻ പോലും ഇല്ല എന്നുള്ളതാണ് സാഹചര്യം, അല്ലേ? അപ്പോൾ വേദന എന്ന് പറയുന്നത് പങ്കുവയ്ക്കപ്പെടുമ്പം അത് വേദനയല്ലാതെയായി മാറുകയും ഒരു സ്നേഹത്തിൻ്റെ പരിസരം രൂപീകരിക്കുകയുമാണ്. ചാവറച്ചൻ്റെ ഈ ഒരു ദർശനം നമ്മളെ സഹനത്തെ ക്ഷമയോടെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. 56 വർഷം കിടപ്പ് കിടന്നിട്ടാണ് ആൾ മരിച്ചിരിക്കുന്നത്. ഈ ആളുടെ മോട്ടോ ഇതായിരുന്നു, സഹിച്ചത് നേട്ടം, സുഖിച്ചത് നഷ്ടം. നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന അപവാദങ്ങളുടെ കഥകൾ അല്ലെങ്കിൽ പേരുദോഷങ്ങളുടെ ഓർമ്മകൾ, ഇതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാക്കി മാറ്റുന്നില്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കല്ലിച്ച് കിടക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയാക്കി മാറ്റുന്ന സഹനത്തിൻ്റെ പേരാണ് ത്യാഗം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചിലരുടെ ജീവിതങ്ങൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകുന്നുണ്ട്. സങ്കടങ്ങളെ നേരിടാനുള്ള കരുത്താണ് ഒരു ആത്മീയ മനസ്സിൻ്റെ ശക്തി. എല്ലാം സുഖകരമായിട്ട് പോകുമ്പോൾ എനിക്കെല്ലാം സന്തോഷമാണെന്ന് പറയുന്നവൻ ദുർബലനാണ് എന്ന് ചാവറച്ചൻ ഓർമ്മിപ്പിക്കുകയാണ്.